നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോവുക. ഒരു ദിവസത്തെ എങ്ങനെ ക്രമീകരിക്കാം, ഒരു ദിവസത്തെ സമയത്തെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് നമ്മുടെ സിലബസ് ഒക്കെ തീർത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുക, എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും ഒരു 100% കോൺഫിഡൻസിൽ നമുക്ക് എക്സാമിന് പോകാനായിട്ട് സാധിക്കണമെങ്കിൽ ഒരു അടിപൊളി സ്ട്രാറ്റജിയിൽ നമ്മൾ പഠിച്ചു പോകണം. വെറുതെ വാരി വലിച്ച് കുറേ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് എക്സാം അറിഞ്ഞ്, എക്സാമിന്റെ പൾസ് അറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ആ രീതിയിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനെ ക്രമീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് സ്വാഗതം. RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനേഷന്റെ സിലബസ് പരിശോധിക്കുമ്പോൾ 4 സെക്ഷനുകളിലായിട്ടാണ് എക്സാമിനേഷനുടെ ക്വസ്റ്റ്യൻസ് വരിക നമുക്കറിയാം. അതിലൊന്ന് ജനറൽ സയൻസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ജനറൽ സയൻസ്. ദെൻ അതിനുശേഷം രണ്ടാമത്തേത് മാത്തമാറ്റിക്സ് ആണ്. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്. ദെൻ ലാസ്റ്റ് വൺ ആണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇങ്ങനെ 4 സെക്ഷൻസ് ആണ്. ഇതിന്റെ മാർക്ക് ലൊക്കേഷൻ ആണ് നോക്കുന്നത് എങ്കിൽ ജനറൽ സയൻസിന് 25 ചോദ്യങ്ങൾ 25 മാർക്ക്. ദെൻ മാത്തമാറ്റിക്സ് ആണെങ്കിലോ അവിടെ വരുമ്പോഴത്തേക്കും 25 ചോദ്യങ്ങൾ 25 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ചോദ്യങ്ങൾ 30 മാർക്ക്. ദെൻ ലാസ്റ്റ് വൺ ജനറൽ അവയർനെസ്സിനും കറണ്ട് അഫയേഴ്സിനും കൂടി ചേർത്ത് 20 ചോദ്യങ്ങൾ 20 മാർക്ക്. ഈ രീതിയിൽ ആകെ 100 ചോദ്യങ്ങൾക്ക് 100 മാർക്കാണ് എവിടെ ഉണ്ടാവുക, ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ ഉണ്ടാവുക. ഇനി ഇതിന്റെ അകത്തേക്ക് ഒന്ന് കയറിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ, ഒരു ദിവസം 6 മുതൽ 8 മണിക്കൂർ വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എങ്കിൽ എങ്ങനെയാണ് ഈ സമയത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്? പക്ഷേ നമ്മൾ ഈ ഒരു എക്സാമിന്റെ പ്രപ്പോർഷൻ നോക്കുകയാണ്. ആകെ ഒരു 100% IT ക്വസ്റ്റ്യൻസിനെ കാണുകയാണെങ്കിൽ 20% പ്രയോറിറ്റി വരുന്ന ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. അവിടെ 20 ചോദ്യങ്ങളാണ്, 20% പ്രയോറിറ്റി. ദെൻ അതിനുശേഷം ജനറൽ സയൻസ് ആണ് നോക്കുന്നതെങ്കിൽ അവിടെ 25%, 25 ചോദ്യങ്ങൾ വരും 100-ൽ. അതുകൊണ്ട് തന്നെ 25% പ്രയോറിറ്റി. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണെങ്കിൽ 30%, അതേപോലെ മാത്തമാറ്റിക്സ് ആണെങ്കിൽ 25% പ്രയോറിറ്റി. ഇങ്ങനെയാണ് നമുക്ക് ആകെയുള്ള ചോദ്യങ്ങളെ തിരിക്കാനായിട്ട് പറ്റുക. ഇനി ഓരോ സമയത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ 6 മുതൽ 8 മണിക്കൂറിനെ ഡിവൈഡ് ചെയ്യേണ്ടത് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യത്തിലേക്ക് പോകാം. ആ ഒരു സംഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ 6 മുതൽ 8 മണിക്കൂർ വരെയാണ് ഒരു ദിവസമുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പം അതിൽ കൂടുതൽ ചിലപ്പോൾ പഠിക്കാൻ സാധിക്കുന്ന ആളുകൾ കാണും, ചിലപ്പോൾ അതിൽ കുറച്ചായിരിക്കും പഠിക്കാം. നിങ്ങൾ ഈ പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് നിങ്ങളുടെ സമയം എത്രയാണെന്ന് കണ്ടെത്തി ആ സമയത്തിനനുസരിച്ച് സ്റ്റഡി പ്ലാനെ ചേഞ്ച് ചെയ്യുക. ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് 10 മണിക്കൂർ പഠിക്കുന്നവർ, 12 മണിക്കൂർ പഠിക്കുന്നവർ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയില്ല. ഇവിടെ ഞാൻ പറയുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ പഠിക്കുകയാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ആ സമയത്തെ വിനിയോഗിക്കാനായിട്ട് കഴിയുക? ഇതനുസരിച്ചിട്ട് ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ക്രമീകരിക്കാം. ഇവിടെ നോക്കിയാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഒരു ദിവസത്തെ 8 മണിക്കൂർ വരെ 8 മണിക്കൂർ വരെ തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കേണ്ടത് നോർമലായിട്ട് പഠിക്കേണ്ടത്, ഞാൻ ഈ പറയുന്നത് ക്വസ്റ്റ്യൻസ് വന്ന പ്രപ്പോർഷനും അതേപോലെ തന്നെ ഈ മുൻവർഷ പരീക്ഷകളുടെ ഒരു പ്രപ്പോർഷനൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. 4 മുതൽ 5.5 മണിക്കൂർ വരെ നിങ്ങൾ പ്യുവറായിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അതിൽ തന്നെ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, മാത്തമാറ്റിക്സ്, അതേപോലെ ജനറൽ സയൻസ്. ഈ 3 ഭാഗങ്ങൾക്ക് നിങ്ങൾ പ്യുവർ ആയിട്ടുള്ളൊരു പ്രയോറിറ്റി കൊടുക്കണം. ജനറൽ സയൻസിന് 25 ചോദ്യങ്ങളുണ്ട്. അവിടെ നമുക്കറിയാം ജനറൽ സയൻസിൽ ഫിസിക്സ്, അതേപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റുകളാണുള്ളത് അല്ലേ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റുകളാണുള്ളത്. ഈ 3 സബ്ജക്റ്റുകളിൽ നിന്ന് 25 ചോദ്യങ്ങൾ, അതായത് 4 ചോദ്യങ്ങൾ വരുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ 1.5 മണിക്കൂർ ഒരു ദിവസം മാറ്റിവെച്ചിരിക്കണം. ഒരു 1.5 മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചിരിക്കണം. വ്യക്തമായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി നിങ്ങൾ പഠിച്ചു പോകണം. ദെൻ അതിനുശേഷം നോക്കിയാൽ ജനറൽ ഇന്റലിജൻസ് അവിടെ 30 മാർക്കാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ് താരതമ്യേന കുറച്ച് എളുപ്പമാണ്, കുറച്ച് കണ്ടന്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയും നിങ്ങൾ 1.5 മണിക്കൂർ തന്നെ ഇടുക. ദെൻ മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ അവിടെ 25 ചോദ്യങ്ങളാണ് വരിക. കുറച്ചധികം പഠിക്കാനുണ്ട്, നിങ്ങൾ ഒരു 1.5 മണിക്കൂർ പ്രപ്പോർഷൻ ഇടുക. അങ്ങനെ ഈ 3 ഭാഗങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ 1/4 ഭാഗവും പഠന സമയം നിങ്ങൾ മാറ്റിവെക്കണം. അപ്പോൾ എത്ര വരും? ഏകദേശം ഒരു 4.5 മണിക്കൂർ വരും.
പിന്നീട് ഒരു മണിക്കൂർ നിങ്ങൾ ജനറൽ അവയർനെസ്സിനും കറണ്ട് അഫെയറിനും വേണ്ടി മാറ്റിവെക്കുക. കാരണം 20 മാർക്ക് മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ നിങ്ങൾക്ക് ഏകദേശം കറണ്ട് അഫെയർ ഭാഗത്ത് നിന്ന് ഒരു 5 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാം. ഓക്കെ, ബാക്കി 15 ചോദ്യങ്ങളാണ് ആകെയുള്ള ഫിസിക്സും പൊളിറ്റിയും എക്കണോമിക്സും അതേപോലെ ജോഗ്രഫിയും ഹിസ്റ്ററിയും എല്ലാം കൂടി ചേർത്ത് 15ഓളം ചോദ്യങ്ങൾ മാത്രമേ വരുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി. നിങ്ങൾക്ക് ആകെയുള്ള 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയത്തിൽ ഒരു 4.5 മണിക്കൂർ വരെ അല്ലെങ്കിൽ ഒരു 5.5 മണിക്കൂർ വരെയുള്ള സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി പ്യുവർ ആയിട്ടുള്ള പുതിയ കണ്ടന്റ് പഠിക്കാൻ മാറ്റിവെക്കാം. ദെൻ ഒരു 1 മുതൽ 1.5 മണിക്കൂർ വരെ നിങ്ങൾ റിവൈസ് ചെയ്യണം. ഓരോ ദിവസവും റിവൈസ് ചെയ്യണം. അതെന്താ റിവൈസ് ചെയ്യണ്ടേ? നിങ്ങൾ ഓൾഡ് പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ പഴയ പഠിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും നിങ്ങൾ റിവൈസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മൈക്രോ നോട്ട്സ് ഉപയോഗിക്കാം. ഈ മൈക്രോ നോട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും എന്ത് ചെയ്യാൻ പറ്റും? റിവൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം കൂടുതൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. ഇന്ന് പഠിച്ച സംഗതി മൈക്രോ നോട്ട്സ് ഉപയോഗിച്ച് നമ്മൾ റിവൈസ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? പണ്ട് പഠിച്ച കാര്യങ്ങൾ, അതായത് നേരത്തെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. അങ്ങനെ ഒരു 5, 6, 7 തവണ പറ്റുന്നതിന് അത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. നിങ്ങൾ ആ ടോപ്പിക്കിൽ പെർഫെക്റ്റ് ആയിട്ട് എക്സാമിന് ഒരു കാരണവശാലും മറന്നു പോകാത്ത ലെവലിലേക്ക് നിങ്ങൾ മാറും. ലാസ്റ്റ് വൺ, ഒരു മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ അത്രയും ചോദ്യങ്ങൾ, ഒരു 20 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 30 ചോദ്യങ്ങൾ, അത് മാക്സിമം ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ റീസണിങ്ങും വേണം, ജനറൽ അവയർനെസ് വേണം, അതേപോലെ തന്നെ ജനറൽ സയൻസ് വേണം. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 20-30 ചോദ്യങ്ങൾ ഒരു ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അങ്ങനെ പഠിച്ചു പോയാൽ അവിടെ നിന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ എടുക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസത്തെ 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയത്തെ വിനിയോഗിക്കാനായിട്ട് കഴിയും. ഇതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ 10 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ ആ പ്രപ്പോർഷൻ കൂട്ടുക. നിങ്ങൾ 6 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ, ആ പ്രപ്പോർഷൻ കുറയ്ക്കുക. ഇവിടെ ഏകദേശം ഒരു 8 മണിക്കൂറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു 4 മുതൽ 5.5 മണിക്കൂർ വരെയുള്ള സമയം നിങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. ദെൻ ഒരു 1 മുതൽ 1.5 മണിക്കൂർ വരെയുള്ള സമയം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. 1 മണിക്കൂർ സമയം നിങ്ങൾ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെ ഒരു ദിവസം സക്സസ്ഫുൾ ആയി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരുപാട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും, ഒരുപാട് കണ്ടന്റ് പഠിക്കാൻ പറ്റും, ആ കോൺഫിഡൻസിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തു പോകുമ്പോഴത്തേക്കും എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു പെർഫെക്റ്റ് വ്യക്തിയായിട്ട് മാറും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഏത് ടോപ്പിക്കിനാണ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ട് മക്കളെ. ഞാൻ പ്രയോറിറ്റി ബേസിസിൽ കൃത്യമായിട്ട് ഈ പറയുന്ന ടോപ്പിക്സിനെ തിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 20 മാർക്കുള്ള ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ ടോപ്പിക്ക്. ഇത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല. ഞാൻ 1 മണിക്കൂർ ടൈമാണ് ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഈ 1 മണിക്കൂർ സമയം കൊണ്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾ പ്രയോറിറ്റി ബേസ് ചെയ്ത് വേണം പഠിക്കാൻ. അതായത് ഓരോ സബ്ജക്റ്റിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ടോപ്പിക്കുകൾ കണ്ടെത്തി പഠിക്കണം. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം മക്കളെ. പൊളിറ്റിയാണ് ആദ്യം. പൊളിറ്റിയിൽ തന്നെ 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. ഒന്നാമത്തെ ടോപ്പിക്ക് ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അവിടെ നിങ്ങൾ 14 മുതൽ 32 വരെ, അവിടെ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഇവിടെ 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇവിടെ 10 എന്നാണ് കിടക്കുന്നത്. 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആ ഒരു ടോപ്പിക്കിൽ കിട്ടും. അടുത്ത് നോക്കിയേ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി, അതായത് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ പിന്നീട് പ്രയോറിറ്റി കൊടുക്കണം. ദെൻ പഞ്ചായത്തി രാജ് 73, 74 അമെൻമെന്റുകളെ പറ്റി ഒരു ധാരണ വേണം. ദെൻ അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ്, അതായത് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് 1 മുതലുള്ള ഏതാണ്ട് ഒരു 51 വരെയും, അല്ലെങ്കിൽ 51 അല്ല, ഏകദേശം ഒരു 76 വരെയുള്ള ആർട്ടിക്കിൾസ്, 1 മുതൽ ഒരു 76 വരെയുള്ള ആർട്ടിക്കിൾസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ അതിനുശേഷം നിങ്ങൾ മറ്റ് ചില ആർട്ടിക്കിൾസ്, ഇപ്പം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ PSCയുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ചില ആർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതുകൂടി നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, ഷെഡ്യൂളുകൾ, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ദെൻ 5ാമത്തെ ടോപ്പിക്കാണ് പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അവിടെ നിന്ന് അതിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരാറുള്ളതാണ്. ഈ 5 ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ പൊളിറ്റിയിൽ നിന്ന് അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്യും. ദെൻ അതിനുശേഷം ഫിസിക്കൽ ജോഗ്രഫി ആണെങ്കിൽ എർത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതേപോലെ
ഇന്ത്യൻ്റെ ക്ലൈമറ്റ് എങ്ങനെയാണ്, റിവേഴ്സ്, മൗണ്ടെയിൻസ്, നാച്ചുറൽ ഡിസാസ്റ്റർ, സോയിലിൻ്റെ ടൈപ്പ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾ ഫിസിക്കൽ ജോഗ്രഫിയിൽ നിന്ന് പഠിച്ച് അങ്ങ് മാറ്റി വെച്ചേക്കണം. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, അഡ്വാൻറ്റേജ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഈ 1 മണിക്കൂറിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ തീർത്തു വരാനായിട്ടുള്ള സമയവും കിട്ടും. ഒരുപാട് പഠിക്കാൻ നിന്നാൽ എല്ലാം ചപ്പും ചവറും എല്ലാം പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരില്ല. നിങ്ങൾ ആദ്യം ഇത് തീർക്കുക, പിന്നീട് എന്ത് ചെയ്യുക, ബാലൻസ് ഉള്ള ടോപ്പിക്കുകൾ കൂടി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ദെൻ അതിനുശേഷം സ്റ്റാറ്റിക് GK വന്നാൽ നാഷണൽ സിംബൽസ് ഇന്ത്യയുടേത് പഠിക്കാനുണ്ട്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് പഠിക്കാനുണ്ട്. അവാർഡ്സ്, ഹോണേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫേമസ് ആയിട്ടുള്ള മൊണ്യൂമെന്റ്സ്, സ്പോർട്സ് ഇവന്റുകൾ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റിക് GKയിൽ നിന്ന് ഒരു കടല് പോലെ കിടക്കുന്ന ഭാഗമാണ് സ്റ്റാറ്റിക് GK. അവിടെ നിന്നും ആദ്യം ഈ ടോപ്പിക്സ് പഠിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ തീർക്കും. ദെൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 25 മാർക്കിന് ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു 1.5 മണിക്കൂർ ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൽ നിന്ന് മോഷൻ ഫോഴ്സസ്, വർക്ക് എനർജി, പവർ, ലൈറ്റ് ആൻഡ് സൗണ്ട്, ഇലക്ട്രിസിറ്റി, ഗ്രാവിറ്റേഷൻ, ഈ 5 ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിക്കണം. then അതിനുശേഷം നോക്കിയാൽ കെമിസ്ട്രി ആണെങ്കിൽ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസിഡ്സ്, ബേസസ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, കെമിക്കൽ റിയാക്ഷൻ, ഫ്യൂവൽ ആൻഡ് പൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം, ഒരു പ്രയോറിറ്റി ബേസിസിൽ പഠിക്കാം. ദെൻ ബയോളജി നോക്കിയേ, ഹ്യൂമൻ ബോഡി സിസ്റ്റം, ന്യൂട്രീഷൻ, ഡിസീസസ്, പ്ലാന്റ് ബയോളജി, ക്ലാസിഫിക്കേഷൻ, ഇതും റിപ്പീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം. ഞാൻ പറഞ്ഞു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 25 ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചാൽ ഭൂരിഭാഗം ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. കഴിഞ്ഞിട്ടില്ല, ബാക്കി പിന്നെയും ടോപ്പിക്സ് ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം, സമയം പിന്നീട് അനുവദിക്കുന്നത് പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ്, ഹാർഡ്വെയർ പോലെ സോഫ്റ്റ്വെയർ പോലെയുള്ള കാര്യങ്ങൾ, ഇൻ്റർനെറ്റ്, നെറ്റ്വർക്കിംഗ്, MS ഓഫീസ്, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ ഇന്ത്യയുടെ പുതിയ ഇനിഷ്യേറ്റീവുകൾ, അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. എക്കണോമിക്സ് ആണെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ബേസിക്സ്, അതായത് GDP, ഇൻഫ്ലേഷൻ പോലെയുള്ള, അൺഎംപ്ലോയ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ, ബജറ്റ്, ബാങ്കിങ്, ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീമുകൾ, അതേപോലെ തന്നെ 5 ഇയർ പ്ലാനുകൾ. ഈ സ്കീമുകളൊക്കെ നിങ്ങൾ മിക്കവാറും എവിടെ പഠിക്കും, നമ്മുടെ കറണ്ട് അഫെയറിൽ കൂടി കയറി വരുന്ന ഭാഗമാണ്. ഓക്കെ, അതിനുശേഷം ഇന്ത്യൻ ഹിസ്റ്ററി ആണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ, മുഗൾ എംപയർ, ഫ്രീഡം സ്ട്രഗിൾ, നമ്മുടെ 1857 കലാപം, നോൺ കോപ്പറേഷൻ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ, കീ ലീഡേഴ്സ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ 5 ടോപ്പിക് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പഠിച്ചു കഴിഞ്ഞിരിക്കും. ദെൻ ഇന്ത്യൻ ജോഗ്രഫി, ഫിസിക്കൽ ഡിവിഷൻ, ഇന്ത്യയുടെ ഹിമാലയ, നോർത്തേൺ മൗണ്ടെയിൻസ്, ദെൻ ഡെക്കാൻ പ്ലേറ്റു പോലെയുള്ള കാര്യങ്ങൾ, റിവേഴ്സ്, ദെൻ സ്റ്റേറ്റ്സും അതിൻ്റെ ക്യാപിറ്റൽസും, ട്രാൻസ്പോർട്ട്, പോർട്ടുകൾ, ഇവിടെ നാഷണൽ ഹൈവേ, വാട്ടർ വേസ്, ഇതേപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അഗ്രികൾച്ചർ, മേജർ ക്രോപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, ഈ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങൾ ജനറൽ അവയർനെസ്സിനെ കീപ്പ് ചെയ്യേണ്ടത്. ദെൻ കറണ്ട് അഫെയറിലേക്ക് വന്നാൽ അതും കടൽ പോലെയുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അവിടെ ഗവൺമെന്റ് സ്കീം ഞാൻ മുമ്പേ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഗവൺമെന്റ് സ്കീം. ദെൻ റെയിൽവേ ഡെവലപ്മെന്റ്, റെയിൽവേയിലുള്ള ഡെവലപ്മെന്റുകൾ നിങ്ങൾ പഠിക്കണം. കാരണം അവിടെ പുതിയ ട്രെയിനുകൾ വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ വന്ദേ ഭാരത് പോലെയുള്ള കാര്യങ്ങളുണ്ട്. സ്പോർട്സ് അച്ചീവ്മെന്റുകൾ, ഇപ്പോൾ ഒളിമ്പിക്സ് 2024, ICIC, ഇപ്പോൾ IPL നടക്കുകയാണ്, ISL വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് ആൻഡ് ടെക്നോളജി, പുതിയ നമ്മുടെ ISROയുടെ മിഷൻസ്, DRDOയുടെ മിഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അവാർഡ്സ്, പുതിയ അവാർഡുകൾ വരുന്നുണ്ട് അല്ലേ. നമ്മുടെ ഓസ്കാർ അവാർഡ് ആയിക്കോട്ടെ, ഭാരതരത്ന ആയിക്കോട്ടെ, പത്മ അവാർഡ് ആയിക്കോട്ടെ, നൊബേൽ പ്രൈസ് ആയിക്കോട്ടെ, നമ്മുടെ സ്പോർട്സ് അവാർഡ്സ് ആയിക്കോട്ടെ, ലിറ്ററേച്ചർ അവാർഡ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഭാഗം കറണ്ട് അഫെയറിനെ ഈ ഒരു രീതിയിൽ സോർട്ട് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. ദെൻ മാത്സ്, റീസണിങ് അല്ലേ, കൂടുതൽ മാർക്ക് വരുന്ന ഭാഗമാണ്. അവിടെ എങ്ങനെയാണ് നിങ്ങൾ പോവേണ്ടത്? ഇവിടെ മാത്തമാറ്റിക്സ് 25 ചോദ്യങ്ങളാണ്. മാർക്കിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഈ ഒരു 10 ടോപ്പിക്സ് ആണ്. മാർക്കിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് ആദ്യം തീർക്കേണ്ട ടോപ്പിക്സ് ആണ്. ദെൻ സിംപ്ലിഫിക്കേഷൻ, ഏതാണ്ട് 5 ചോദ്യങ്ങളോളം, 4-5 ചോദ്യങ്ങൾ ഒരു പരീക്ഷയ്ക്ക് വരുന്ന ഭാഗമാണ്. ദെൻ പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ടൈം ആൻഡ് വർക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, നമ്പർ സിസ്റ്റം, ഫ്രാക്ഷൻസ്, ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ്റ്റ് പ്രയോറിറ്റിയിൽ 10 ടോപ്പിക്ക് തീർക്കണം. അതിനുശേഷവും ബാക്കിയുള്ള
19ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ പല ടോപ്പിക്സും സിമ്പിളാണ്, വേഗം പഠിക്കാനായിട്ട് പറ്റും. ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കലണ്ടർ ക്ലോക്ക് നിങ്ങൾക്ക് വേഗം പഠിക്കാൻ പറ്റും, ഡെസിമൽസ് പഠിക്കാൻ പറ്റും, സ്ക്വയർ റൂട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇത്തരത്തിൽ ഏജ് കാൽക്കുലേഷൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഈ പറയുന്ന 10 ടോപ്പിക്സ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, തീർക്കുക. കൂടുതൽ മാർഗം ചോദിക്കുന്ന ഭാഗങ്ങൾ അതാണ്. അതിനുശേഷം ജനറൽ ഇന്റലിജൻസ് ആണെങ്കിലോ അവിടെയും നിങ്ങൾ ആദ്യം തീർക്കേണ്ടത്, ആദ്യം കിടക്കുന്ന ഒരു 10ഓളം ടോപ്പിക്സ് നിങ്ങൾ ആദ്യം തീർക്കുക. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അനലോഗി, അതേപോലെ തന്നെ ആൽഫബറ്റിക് സീരീസ്, സിലോജിസം, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, റിലേഷൻഷിപ്സ്, വെൻ ഡയഗ്രാം, ന്യൂമറിക്കൽ സീരീസ്, ഡയറക്ഷൻ, സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ്സ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഏകദേശം ഒരു 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സ് ആണ്. 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സ് ആണ്. അത് ആദ്യം പഠിച്ചാൽ എക്സാമുകൾ അഡ്വാൻറ്റേജ് ആവും. പിന്നീട് നിങ്ങൾ PYQs ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എക്സാമിന് നേടിയെടുക്കാനായിട്ട് കഴിയുന്ന തരത്തിൽ എന്ത് ചെയ്യും, നിങ്ങൾ മാറും. ഓക്കെ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ PYQs കൂടി നിങ്ങൾ ചെയ്യണം. ഞാൻ മുമ്പേ പറഞ്ഞതിനകത്തുള്ളൊരു സൺഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളൊരു 100 മാർക്കിൻ്റെ PYQ ചെയ്യുക. ഈ 100 മാർക്കിൻ്റെ PYQ ചെയ്യുമ്പോൾ ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിലൊരു നല്ല സ്കോർ നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നത് കാണും. നിങ്ങൾ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് പഠിക്കുന്നതോറും ആ മാർക്ക് ഇങ്ങനെ കൂടി വരുന്നത് കാണാൻ പറ്റും. സന്തോഷത്തോടെ നമുക്ക് പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞേ? അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു പഠനത്തെ ക്രമീകരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എക്സാമിനേഷന് മറ്റുള്ളവരെക്കാൾ നിങ്ങൾ 1 കോടി പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 15 ലക്ഷം പേരാണ് ചെന്നൈയിൽ അപ്ലൈ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതൊന്നും കണ്ട് പേടിക്കേണ്ട. നിങ്ങൾ UR കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് 150-ൽ ഒരാളോട് മാത്രം കോമ്പീറ്റ് ചെയ്താൽ മതി. അല്ലെ, ഒരു വേക്കൻസിക്ക് വേണ്ടി 150 പേര് മാത്രമേ കോമ്പീറ്റ് ചെയ്യുന്നുള്ളൂ. ഏതാണ്ട് ചെന്നൈ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒരു വേക്കൻസിക്ക് വേണ്ടി ഒരു 333 പേരാണ് കോമ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്രയും പേരോടാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. ബാക്കിയുള്ളവരോടൊന്നും കോമ്പറ്റീഷൻ 1 കോടിയൊന്നും നിങ്ങൾ കേട്ട് പേടിക്കേണ്ട, 15 ലക്ഷം കേട്ടും പേടിക്കേണ്ട. 333 പേര് കോമ്പീറ്റ് ചെയ്യുന്നത് ഒരു വേക്കൻസിക്ക് വേണ്ടി. അതായത് ഒരു വേക്കൻസിക്ക് വേണ്ടി ആകെ 333 പേര് മാത്രമാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ആ ഒരു ആർജവത്തിൽ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അല്ലാതെ നമ്പർ എനിക്കിത് കിട്ടത്തില്ല എന്നൊന്നും ഓർത്ത് ഇരിക്കേണ്ട സമയമല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? സെറ്റാണ്. നമ്മുടെ സൂപ്പർ നോട്ട്സ് ഈ ഒരു RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി ഒരു പവർ ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ച് തുടങ്ങിയിട്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകാൻ പറ്റും. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അതേപോലെ തന്നെ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള, പ്രയോറിറ്റി ടോപ്പിക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതൊരു ക്രാഷ് ബാച്ച് അല്ല കേട്ടോ. ഇതൊരു ക്രാഷ് ബാച്ച് ആണോ എന്ന് ചോദിച്ചാൽ ഇതൊരു ക്രാഷ് ബാച്ച് അല്ല. നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ്സുകൾ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടും. ഇംഗ്ലീഷിലുമുണ്ട്, മലയാളത്തിലുമുണ്ട്. 200+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷൻസ് ഉണ്ടാകും. ഇവിടെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ലൈവിൽ കാണും. അതേപോലെ തന്നെ അധ്യാപകരുടെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സമയനഷ്ടമാകാതെ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കാണും, മോക്ക് ടെസ്റ്റുകൾ, PYQs കാണും, സ്റ്റഡി മെറ്റീരിയൽസ്, മോട്ടിവേഷണൽ സെഷനുകൾ, ടെലഗ്രാം ഗ്രൂപ്പ് സപ്പോർട്ടുകൾ, ഒരു കസ്റ്റമർ കെയർ സപ്പോർട്ട്, അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് നമ്മുടെ പവർ ബാച്ച്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 8281223366. ഓക്കെ, 8281223366. ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബാച്ചിന്റെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഒരിക്കൽ കൂടി പറയാം, 8281223366. എന്ത് ചെയ്യുക, ഇതിന് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡെമോ ക്ലാസ്സും കണ്ടു ചെയ്ത് ഉറപ്പുവരുത്തി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ നമ്പർ പറയാം, 8281223366. താങ്ക് യു സോ മച്ച്.